മുഅ്മിനീങ്ങളോട് ഏറ്റവും വലിയ വാത്സല്യമുള്ള നേതാവാണ്. ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വാത്സല്യമുള്ള വിഭാഗമല്ലേ സ്ത്രീ വിഭാഗം. പക്ഷേ ആ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മറന്നുപോയോ? നിങ്ങൾ പുറത്തുകൂടെ നടക്കുമ്പോ ഏതാണ് പെണ്ണേ, നീ മുസ്ലിമാണോ അതല്ല അമുസ്ലിമാണോ എന്ന് ചോദിക്കേണ്ട ദുർഗതിയിലേക്ക് നമ്മുടെ വേഷവിധാനങ്ങൾ മാറുമ്പോ നിങ്ങൾ മറന്നത്, നമ്മൾ മറന്നത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്. നമുക്ക് ജീവിതം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്ത്രീത്വത്തിന് ഏറ്റവും വലിയ പരിശുദ്ധി നൽകിയത് അല്ലാഹുവിന്റെ റസൂലാണ്. സ്ത്രീകൾക്ക് സ്വത്തിന്റെ അവകാശം വിവിധ തുറകളിൽ വാങ്ങിത്തന്ന് വിശദീകരിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്. സ്ത്രീ വീട്ടിൽ ഏറ്റവും വലിയ ബറക്കത്തുള്ള അംഗമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരാൾക്ക് ആദ്യം ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഏറ്റവും വലിയ ബറക്കത്തുള്ള കുടുംബജീവിതം അയാൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചില്ലേ? ആൺകുട്ടികളെ പറ്റി പറയാത്തൊരു ഭാഷയാണ് ഇന്നഹാ മൂനിസത്തുൻ മുബാറക. പെൺകുട്ടി മൂനിസ, അത് ടൈം പാസ് നൽകുന്ന ഒരു മുത്താണ്. സമയം പോക്കിന് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും നല്ല സംവിധാനമാണ് സ്ത്രീ സമൂഹമെന്ന് ലോകത്തെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ അവിടുന്ന് പറഞ്ഞൊരു തട്ടം തായോട്ട് വലിച്ചിട്ടോ, അവിടുന്ന് പറഞ്ഞ മറക്കാൻ പറഞ്ഞ കയ്യും അവിടുന്ന് മറക്കാൻ പറഞ്ഞ കാൽത്തണ്ടയും വെളിവാക്കിപ്പോയോ? കുറച്ചു കാലമല്ലേ മറച്ച് നടക്കേണ്ടി വരികയുള്ളൂ. ഒന്നുകിൽ ഒരു 40 വർഷം, അല്ലെങ്കിൽ ഒരു 50 വർഷം, ഏറിപ്പോയാൽ ഒരു 60 വർഷം. അതിലപ്പുറം ജീവിക്കുന്നവര് വളരെ കുറവല്ലയോ? തക്ലീഫിന്റെ കാലം കഴിഞ്ഞൊരു 40 വയസ്സ്, അല്ലെങ്കിൽ ഒരു 50 വയസ്സ്, ഒരു 60 വയസ്സ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ ചിട്ടവട്ടങ്ങളോടെ നടക്കുമ്പോ മുത്തുനബി തങ്ങളെ ഓർമ്മയുള്ള പെണ്ണാണ്. അവിടുന്ന് വാങ്ങിക്കൊടുത്ത സ്ഥാനത്തിന് നന്ദിയുള്ള പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂല് നടക്കാൻ പറഞ്ഞതിന് കൊഞ്ഞനം കുത്തിയില്ല. ആരാണ് എന്നോട് പറയാൻ എന്ന് യുക്തിവാദി ചോദിക്കും പോലെ ചോദിച്ചില്ല. എന്റെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ജീവിതത്തിനും എന്റെ എല്ലാ വിഷയങ്ങൾക്കും എന്റെ രക്ഷക്കും ഏറ്റവും വലിയ കാരണമായ എന്റെ നേതാവ് എന്നോട് പറഞ്ഞൊരു കൽപ്പനയല്ലേ, ഞാനത് നല്ല പോലെ മറച്ചു നടക്കട്ടെ എന്ന് ചിന്തിച്ച് മുഅ്മിനീങ്ങളെ, നല്ല സന്തോഷത്തോടെ ഈമാനോടെ നടക്കുന്ന നമ്മൾ മറവോടുകൂടെ ജീവിക്കണം. മറക്കേണ്ടത് മുഴുവനും മറക്കണം. വീട്ടിൽ നിന്ന് നിങ്ങൾ നടന്നു വന്നത് നാട്ടിൽ എല്ലാവർക്കും പരിചയമുള്ള ഈ സ്വലാത്തിന്റെ മജ്ലിസിലേക്കാണെങ്കിലും, ഇക്കാണുന്ന അങ്ങാടിയിലേക്കാണെങ്കിലും, തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള മദ്രസയിലേക്കാണെങ്കിലും, പള്ളിയുടെ സമീപത്ത് വന്നിട്ട് ഒരു പ്രത്യേക കാര്യം പറയാനാണെങ്കിലും, ഇവിടെയുള്ള ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസിലേക്കാണെങ്കിലും, വീട് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ കാത്തു സൂക്ഷിക്കേണ്ട വിശുദ്ധിയിൽ നിന്ന് ഒന്നുപോലും കുറഞ്ഞു പോകണ്ട. ആയിഷ ഉമ്മയെ കാണാൻ, ഫാത്തിമ ബീവിയെ കാണാൻ എന്തൊരു ചന്തമാണ്. 24 വയസ്സ് ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അധിക പേരും കണ്ടിട്ടില്ല. സ്വഹാബിമാര് അധിക ആളുകളും കണ്ടിട്ടില്ല. കുട്ടിക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നടക്കുന്ന അവസ്ഥയിൽ ഫാത്തിമ ബീവിയെ കണ്ടവരൊഴികെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വകതിരിവെത്തിയതിനു ശേഷം മിക്ക പേരും കണ്ടിട്ടേയില്ല. പുരുഷ
പുരുഷന്മാരുടെ ക്ലാസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിച്ചില്ലേ, സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായ കാര്യം എന്താണെന്ന്? ഉത്തരം പറയാതെ എല്ലാവരും ക്ലാസ് പിരിഞ്ഞു പോയി. അടുത്ത സെഷൻ ആരംഭിക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഉത്തരം കിട്ടി നബിയേ. എന്താണ് ഉത്തരമൊന്ന് പറയാമോ? അല്ലാ തറൈന الرجال ولا يرونه അന്യപുരുഷന്മാരെയും സ്ത്രീകൾ അന്യപുരുഷന്മാരെയും കാണാതിരിക്കലാണ്. ആരാണിത് പറഞ്ഞത്? അലി. ഓ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു, ഒരു പെണ്ണിന് ഏറ്റവും ഖൈറായ കാര്യം എന്താണ്? ഒരു പെണ്ണിന് ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ്? സുബ്ഹാനല്ലാഹ്, അവര് പറഞ്ഞ മറുപടിയാണോ? എങ്ങനെ അവർ ഈ മറുപടി പറയാതിരിക്കും? ഫാത്തിമ മോള് എന്റെ കരളിന്റെ കഷ്ണമല്ലയോ? അവരെങ്ങനെ ഈ മറുപടി പറയാതിരിക്കും? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും നല്ല പൂർണ്ണതയുള്ള ശരീരം, ഏറ്റവും നല്ല പൂർണ്ണതയുള്ള സ്വഭാവം, അത് കാണേണ്ടയോ ഉമ്മമാരെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോ അവര് പ്രത്യേക ഖൈമയിലാണ്, പ്രത്യേക ടെന്റിലാണ്. മറ്റു പലരും പരസ്യമായി നിൽക്കുമ്പോ ഫാത്തിമ ബീവിയെ കാണാനൊക്കില്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കാണാനൊക്കില്ല. അവരെ കാണാൻ നല്ല ഓജസ്സും തേജസ്സും നിങ്ങളെ ശരീരത്തിന് വേണോ? അവര് നടന്നതുപോലെ നടക്കൂ, അതൊരു പഴഞ്ചനായി കരുതല്ലോ. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അങ്ങനെ വാർത്തെടുത്തത് ആരാന്നറിയോ സഹോദരിമാരെ? നമ്മുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ആഭരണം ധരിച്ചിട്ടുള്ളൂ. നല്ലൊരു ആഭരണം ധരിച്ച് സന്തോഷത്തോടെ മുത്തുനബി തങ്ങളെ മുന്നിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് പോയി നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ആഭരണത്തിലേക്ക് ഒരു നോട്ടം ഇങ്ങനെ നോക്കുന്നു. മാറ്റമില്ലാതെ തങ്ങളെ നോട്ടം കണ്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് തോന്നിപ്പോയി, നബി തങ്ങൾക്ക് എന്റെ ഉപ്പാക്ക് ഞാൻ ഈ ആഭരണം ധരിച്ചത് അത്ര ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ആ ആഭരണം അഴിച്ചുകൊണ്ട് അത് വിറ്റുകൊണ്ട് ആ കിട്ടിയ കാശിന് അടിമകളെ മോചിപ്പിച്ചു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പ്രിയപ്പെട്ട ഉപ്പാ, ആഭരണം ധരിച്ച് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയപ്പോ നിങ്ങളെ മുഖഭാവത്തിൽ നിന്ന് വായിച്ചെടുത്തത് അനുകൂലമായ പ്രതികരണമല്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി ധരിച്ചൊരു ആഭരണം ഞാനത് വിറ്റ് കളഞ്ഞു. കിട്ടിയ ദിർഹമിന് അടിമകളെ മോചിപ്പിച്ചു നബിയേ. അവരേറ്റവും അധികം ആഭരണം ധരിക്കുന്നൊരു ലോകം വരാറുണ്ട്. ഏറ്റവും നല്ലവണ്ണം ചമഞ്ഞു കൊണ്ടുപോകുന്നൊരു ലോകം വരാറുണ്ട്. പാരത്രിക ലോകത്ത് സ്വാലിഹീങ്ങളും ശുഹദാക്കളും അംബിയാക്കളും മൗലിയാക്കളും എല്ലാവരും ഒരുമിച്ച് കൂടിയ ദിവസം ഉമ്മമാരെ, ഫാത്തിമ ബീവിയുടെ മഹത്വം ഞാനും നിങ്ങളും കേൾക്കും. ദുനിയാവിൽ ആർക്കും മുഖം കൊടുക്കാതെ, ആരോടും വന്ന് നേർക്ക് നേരെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാതെ, സ്വീകരിക്കേണ്ട മറകളോടെ, സ്വീകരിക്കേണ്ട പവിത്രതയോടെ, സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ പരിശുദ്ധിയോടെ ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പാലം കടക്കാനൊരുങ്ങുമ്പോ മാലോകര് മുഴുവനും കേൾക്കുന്നൊരു അനൗൺസ്മെന്റ് ഉണ്ട്. എന്താണ് അനൗൺസ്മെന്റ് എന്നറിയുമോ? അയ്യുഹന്നാസ് ഖുല്ലൂ അബ്സാറകും ഫഇന്നഹു ഖദ് ജാഅ
ഫാത്തിമത്തു ഇബ്നത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മനുഷ്യരെ, ഒന്ന് കണ്ണ് ചിമ്മണേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്ന് പാലം കടന്നു പോകട്ടെ. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല വലിയ അദബും അച്ചടക്കവും അവിടെ പഠിപ്പിക്കാൻ മാത്രം കാരണമാകുന്ന രീതിയിൽ ഈ ദുനിയാവിലുള്ള ഇട്ടാവട്ടത്തിൽ ചെറിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് 24 വർഷക്കാലം ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പടുത്തുയർത്തി പരിശുദ്ധിയുടെ ഏറ്റവും പരിഭാവനമായ സ്ഥിതിയിലേക്ക് ഉയർത്തിയത് ഉമ്മമാരെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഫാത്തിമ ബീവി ആ ഒരു പരിശുദ്ധി നമുക്ക് വരച്ചു കാണിച്ചു തന്നത് അംഗീകരിക്കാനാ, സ്വീകരിക്കാനാ. ഫാത്തിമ ബീവിന്റെ പേരിന്റെ കൂടെയുള്ളൊരു വാക്ക് നമ്മളും നമ്മുടെ മക്കൾക്ക് ഇടാറുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥത്തോടത് യോജിച്ചോളണമെന്നില്ല. ബറക്കത്തിനങ്ങനെ കടന്നോട്ടെ, ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. പലരും എഴുതേണ്ട സുഖത്തിനും ഉച്ചരിക്കേണ്ട സുഖത്തിനും അങ്ങനെ ഇട്ടതും കാണാം. ഫാത്തിമ ബീവി ഫാത്തിമത്തുൽ ബത്തൂല, യഥാർത്ഥത്തിലുള്ള ബത്തൂലാണ് ഫാത്തിമ ബീവി. എന്താണ് ബത്തൂൽ എന്ന വാക്കിന്റെ അർത്ഥം? ബത്തല അനി ദുനിയാ കുല്ലിഹാ ഇലല്ലാഹ്. ദുനിയാവിന്റെ മുഴുവൻ സുഖങ്ങളിൽ നിന്നും അല്ലാഹുവിലേക്ക് മുറിഞ്ഞു വീണുപോയി. സുഖത്തിന് വേണ്ടി ഫാത്തിമത്തുൽ ബത്തൂൽ നമ്മളും ചേർത്ത് എഴുതാറുണ്ട്. പക്ഷേ ഇത് ഒറിജിനലാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം ആത്മീയതയുടെ മുഖങ്ങൾ മാത്രമല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത്. ഏറ്റവും അധികം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടത് തന്റെ ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു രംഗം ആലോചിച്ചുകൊണ്ടാണ്. ഫാത്തിമ ബീവിയുടെ അടുത്ത് എന്നും വന്ന് സംസാരിക്കുന്ന കൂട്ടുകാരിയായ നഫീസ എന്ന് പറയുന്ന സഹോദരി പറയുന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരൊറ്റ തവണ മാത്രമേ ചിരിച്ചിട്ടുള്ളൂ. വേറൊരു പ്രാവശ്യവും ചിരിച്ചത് കണ്ടിട്ടേയില്ല. റബീഉൽ അവ്വൽ 12 തങ്ങൾ വഫാത്തായി. കൃത്യമായും 6 മാസമല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് നഫീസ എന്ന് പറയുന്ന സഹോദരി പറയുന്നു, ഞാനൊന്ന് പോയി നോക്കുമ്പോ ഫാത്തിമ ബീവി വല്ലാത്ത ബേജാറിലാണ്, പരിഭ്രമത്തിലാണ്. അവിടുത്തെ മുഖം കണ്ടിട്ട് തന്നെ പേടിയാകുന്നുണ്ട്. ചോദിച്ചു ഞാൻ, ഉമ്മ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഒരൊറ്റ ടെൻഷൻ ഉണ്ട്, ഒരൊറ്റ സങ്കടമുണ്ട്. കുറെ ദിവസമായി ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. എന്ത് ചെയ്യണം എന്നൊരു പിടുത്തം കിട്ടാതെ വിഷമത്തിലാണ് ഞാൻ. എന്താണ് ഉമ്മ, ഒന്ന് പറയോ? എന്താ വിഷമം? പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ആ സഹോദരി, ആ കൂട്ടുകാരി പറഞ്ഞു, ഇടക്കിടക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സവിധത്തിൽ വന്ന് സഹവസിച്ച് വർത്തമാനം പറയുന്ന ആ പ്രിയപ്പെട്ട പെങ്ങൾ ചോദിക്കുന്നു, എന്താണ് ആ വിഷമം എന്ന് പറയൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന വിഷമം, നമ്മുടെ നാട്ടിലൊക്കെ ആധുനിക യുഗത്തിലെ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷേ അന്ന് ജനാസ കൊണ്ടുപോകുന്നത് 2 പലകയുടെ മുകളിൽ. ആ 2 പലക ഇങ്ങനെ ആണിവെച്ച് മേടിയ 2 പലക. ആ പലകയുടെ മേലെ ഈ ശരീരം, കഫൻ ചെയ്ത ശരീരം കിടത്തും. അതിന്റെ മേലെ ഒരു തുണി അങ്ങനെ പുതക്കും. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലും അങ്ങനെയായിരുന്നു. കാലുള്ളതൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ അത് പടിയിലേക്ക് മാറി. മനസ്സിലാവില്ലേ? പടി പോരെ കിടക്കണ പടി, പടിയൊന്നുമില്ലേ? ഉണ്ട്. പിന്നെ അത് പടിയിലേക്ക് മാറി, കാരണം അതിന് കാലുണ്ടല്ലോ, കൊണ്ടുപോകാൻ സുഖമായിട്ട്. പിന്നെയാണ് അത് കട്ടിലേക്ക് മാറിയത്, തോളിൽ വെക്കാൻ പോകുന്ന ആധുനികത്തിലുള്ള കട്ടിലൊക്കെ. മുമ്പൊന്നും അങ്ങനല്ല. മുമ്പ് 2 പലകയിലാണ് കൊണ്ടുപോകും, അല്ലേ? 2 പലകയിലാണ് കൊണ്ടുപോകും. ആ 2 പലക അപ്പുറത്തൊരാളെ തോളും ഇപ്പുറത്തൊരാളെ തോളുണ്ടാവും, കൊണ്ടുപോകും. കൂടുതൽ ആള് കൊണ്ടുപോകാനില്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റിക്കൊണ്ടുപോകും. ഈ പലകയുടെ മേലിൽ കിടത്തുന്ന എന്റെ ശരീരം കാറ്റടിച്ച് വീശുമ്പോ മുകളിൽ വിരിച്ച ആ തുണി ചുരുങ്ങി വന്നിട്ട് എന്റെ ശരീരത്തിന്റെ തടിയും വലുപ്പവും കാണൂലേ എന്ന് ചിന്തിച്ചിട്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് വിഷമം.
എൻ്റെ ഉമ്മമാരൊന്ന് ചിന്തിക്ക്, ഒന്ന് ആലോചിക്ക്, നമ്മളൊന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഒരു പെരുന്നാൾ കഴിഞ്ഞില്ലേ, ഇനി ഒരു പെരുന്നാൾ വരും. പാശ്ചാത്യൻ വസ്ത്രങ്ങൾ നമ്മുടെ വിപണിയിൽ സജീവമായി വരുമ്പോ അത് വിറ്റ് ചെലവാകാതിരുന്നാൽ തിരിച്ചു കൊണ്ടുപോകും. പക്ഷെ അങ്ങനല്ല വരുന്നത്. നല്ല വസ്ത്രങ്ങൾ വന്നിട്ട് അത് ചെലവാകാതിരുന്നപ്പോ കടക്കാരൻ നഷ്ടാൻ തോന്നുമ്പോ അത് കൊണ്ടുപോയിട്ട് പുതിയത് വേറെ വാങ്ങിക്കൊണ്ടുവരാണ്. അങ്ങനെയുള്ളത്. ഞാൻ എൻ്റെ മോൾക്കൊരു വസ്ത്രം വാങ്ങാൻ വേണ്ടി 4 ടെക്സ്റ്റൈൽസ് കയറി ഇറങ്ങിയപ്പോ ഒരു ടെക്സ്റ്റൈൽസിന്റെ ആള് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഉദ്ദേശിച്ച ആ വസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. കഴിഞ്ഞ ആഴ്ച ഞാനത് ഒരു 10-25 ഉണ്ടായിരുന്നു, കൊണ്ടുപോയി കൊടുത്തു, ഇവിടെ വെച്ചാ വെറുതെ ബാക്കിയാവുന്ന കരുതി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ ഇപ്പൊ ചെലവാകുന്നത് ഏതാ? അപ്പൊ എനിക്കൊരു മോഡൽ കാണിച്ചു തന്നു. ആ മോഡൽ കണ്ടപ്പോഴേക്ക് ഞാൻ ചൊല്ലൽ സുന്നത്താണെന്ന് കരുതിയിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ ചൊല്ലണല്ലോ, അങ്ങനെ ചൊല്ലിപ്പോയി. കാരണം അത് ധരിച്ചാൽ പിന്നെ കാണാത്തൊന്നും ഉണ്ടാവൂല. 1-2 ഭാഗങ്ങൾ മാത്രം കാണാത്തുണ്ട്, ബാക്കിയൊക്കെ കാണും. പിന്നെ നോക്കുന്ന ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവില്ല, കാണാൻ എളുപ്പമാണല്ലോ. അങ്ങനത്തെ ആണത്. അത് കണ്ടപ്പോഴാണ് ഞാൻ ഇന്നാ ലില്ലാഹി ചൊല്ലിയത്. ഇതാണിപ്പോ ചെലവാത്. ഇപ്പൊ ഉസ്താദ് ഇങ്ങോട്ട് കയറുന്നതിന്റെ മുമ്പ് ഒരു ഡിഗ്രിക്കാരായ 2 പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ ഇപ്പൊ ഇങ്ങനത്തെ 2 കൂട്ടം എടുത്തു കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അതിന് വില 2500 ചില്ലാനം വില ഉണ്ട്. ആ പാശ്ചാത്യൻ അവിടെയും ഇവിടെയും നെക്കിപ്പൊളിച്ച് കാണിക്കുന്ന ഈ വസ്ത്രത്തിന്. അതാണ് മാർക്കറ്റിൽ ചെലവ്. ആരാത് ചെലവാക്കിയത് എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളത് ചെലവാക്കിയിട്ടല്ലേ അവർ കൊണ്ടുവന്ന് ഇറക്കിയത്. നമ്മളത് വാങ്ങിയിട്ടില്ലെങ്കിൽ അക്കെട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുക്കൂലേ? അവിടെയാണ് നമ്മൾ ഈമാൻ ത്രസിക്കേണ്ടത്. ഒരു ലാ ഹൗല വലാ ഖുവത അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുന്നിടത്ത് മാത്രല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സഹോദരന്മാരെ, ജീവിക്കാൻ നമുക്ക് അവകാശം വാങ്ങിത്തന്ന നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 ആളെയും 30 ആളെയും 40 ആളെയൊക്കെ കുഴിച്ചു മൂടിയ ആളുകളെ മുന്നിൽ നോക്കിയിട്ട്, പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടി എന്ന് കേട്ടിട്ട് ഇരുന്നിട്ട് വേദനയോടെ കരഞ്ഞ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയത് ആലോചിച്ച് സ്നേഹത്തോടെ കരഞ്ഞ നേതാവ്. തങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ പറ്റാത്ത സംഗതിയാണ്. പലരോടും തങ്ങൾ പറഞ്ഞു, മുസ്ലിം അല്ലെങ്കിൽ, ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, ഇസ്ലാമിലേക്ക് വന്നിട്ടും ഒരു ശിക്ഷ കൊടുക്കണമെന്ന് പഴയ കാലത്തിന്റെ പേരിൽ അള്ളാഹു കൽപ്പിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു തആല എന്നോട് അങ്ങനെ കൽപ്പിക്കാത്തത് കൊണ്ട് എനിക്ക് ശിക്ഷിക്കാൻ പറ്റൂലല്ലോ. മുസ്ലിം ആയിട്ടും നിങ്ങൾക്ക് പഴയ കാലത്തെ വിഷയത്തിന്റെ പേരിൽ ശിക്ഷ തരണം എന്ന് ഉത്തരവ് അള്ളാഹു ഇറക്കുകയാണെങ്കിൽ ഇതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കുമായിരുന്നു. ഈ കുട്ടികളെ കുഴിച്ചിട്ടതിന്റെ പേരിൽ അത്രയും സഹിക്കാൻ പറ്റാത്ത സംഗതിയായി പോയി എന്ന് തങ്ങൾ പറഞ്ഞു. നമ്മൾ പ്രതികരിക്കേണ്ടതല്ലേ അത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പേടിക്കുന്നത് ഈ 2 പലകയായി കൊണ്ടുപോകുന്ന മയ്യിത്ത് കട്ടിൽ എന്നെ കിടത്തിയിട്ട് എന്റെ ശരീരത്തിൽ ഒരു ഷാളും പുതച്ചിട്ട് കാറ്റ് അടിച്ചു വീശുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുങ്ങിപ്പോകുമ്പോ എന്റെ ശരീരത്തിന്റെ തടിയുടെ ഭാഗം കണ്ടുപോകുമോ? ലൂസുള്ള വസ്ത്രമാണ് സഹോദരിമാര് ധരിക്കേണ്ടത്. ശരീരത്തിന്റെ കൃത്യമായ അളവ് തുടിപ്പോടെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ധരിക്കുന്നത് ഉചിതമല്ല. ശരീരത്തിന്റെ തുടിപ്പ് വർണ്ണിക്കുന്ന രീതിയിലോ ശരീരത്തിന്റെ കളറ് ധരിച്ചതിൽ നിന്ന് പുറത്തേക്ക് പ്രതിഫലിക്കുന്ന രീതിയിലോ പകുതി മറച്ച് പകുതി മറക്കാതെയോ ഉള്ള വസ്ത്രം ധരിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാത്ത സഹോദരിമാരെ പറ്റി വിശദീകരിച്ചപ്പോ അടയാളം പറഞ്ഞത് അതാണ്. അത് നമുക്കുണ്ടാകരുത് സഹോദരിമാരെ. അത്തരത്തിലുള്ള ആളുകൾക്ക് ഭയാനകതയാണ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും വാങ്ങി തന്നത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ മഹബത്തിന്റെ ഒരു ഭാഗമാകണം. തങ്ങൾ നമുക്ക് കൊണ്ടുവന്ന ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. അതിനെ
പാശ്ചാത്യൻ ശൈലിയായിട്ടും മറ്റും അവമതിച്ച് തള്ളരുത്. അത് നല്ല ശൈലിയായിട്ട് തന്നെ മുറുകെ പിടിക്കണം. ജീവിതത്തിന്റെ അവസാനം വരെ അങ്ങനെ ജീവിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സങ്കടം ഇതാണെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിയോട് സംസാരിക്കുന്ന നഫീസ എന്ന് പറയുന്ന സഹോദരി പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ഞാൻ നോക്കാം. കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ട് ആ പെണ്ണ് വന്നിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട്, ഞാനിപ്പോ ഹബശയിൽ പോയപ്പോ അവിടെ ഞാനൊരു പുതിയ മയ്യിത്ത് കെട്ടിൽ കണ്ടു. ആ മയ്യിത്ത് കെട്ടിൽ കൊണ്ടുപോയാൽ ശരീരത്തിന്റെ ഒരു രൂപഭാവവും കാണില്ല. അതേ മയ്യിത്ത് കെട്ടിൽ വാങ്ങി കുളിപ്പിക്കാൻ വെച്ചാൽ ആരും തന്നെ ഒന്നും കാണാത്ത രൂപത്തിൽ നല്ല മറയോടെ കുളിപ്പിക്കുകയും നല്ല മറവോടെ കൊണ്ടുപോവുകയും ചെയ്യാം. അത് പറഞ്ഞപ്പോ അന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്ന് ചിരിച്ചത്. സന്തോഷം കൊണ്ട് മഹദി പറഞ്ഞു, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, അതേ കട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ കുളിപ്പിക്കാവൂ, അതിൽ കടത്തിയിട്ടേ എന്നെ കൊണ്ടുപോകാവൂ. പകല് മരിച്ചാലും രാത്രി മരിച്ചാലും രാത്രിയെ മറവ് ചെയ്യാവൂ എന്നല്ലേ അലി റളിയല്ലാഹു അൻഹുവോട് നൽകിയ വസിയ്യത്തുകളിൽ ഒരു വസിയ്യത്ത്. പകലാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത്. അലി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രിയാണ് മറവ് ചെയ്യുന്നത്, എല്ലാവരും വീട്ടിലേക്ക് പോകണം, മഗ്രിബാകുമ്പോ ഇങ്ങോട്ട് വരണം. മഗ്രിബിന് ശേഷം ജനാസ എടുത്തു. രാത്രിയാണ് ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്തത്. അത്ര പോലും ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ഉമ്മത്തിൽ കമാലിയത്ത് നേടിയ മഹദിയാണ്. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആത്മീയ രംഗത്തും പൂർണ്ണത നേടിയ മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഒരുക്കിയത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മളും ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചേരാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെ മാർഗവും അവരെ രീതിയും അവരെ രൂപവും അവരെ ഭാവവും സ്വീകരിക്കണം. അവരെങ്ങനെയാണോ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചത്, ആ സൂക്ഷ്മതകൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പാലിക്കണം. പ്രായം കുറെ അങ്ങോട്ട് എത്തേണ്ടതില്ല. ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാന് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു സഹോദരി വളർന്നു കഴിഞ്ഞാൽ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചിട്ടേ പുറത്തിറങ്ങാവൂ. എന്തിനാണെന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിർദ്ദേശിച്ചത്? നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണുന്ന രൂപത്തിൽ എന്നും കോളേജിലേക്ക് പോയി വന്നിരുന്ന ഒരു സഹോദരിയെ ഡൽഹിയിൽ വെച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് 6 സഹോദരന്മാർക്ക് പീഡിപ്പിച്ച കഥ നിങ്ങൾ മറന്നോ? അവരിൽ 5 പേരെയും തൂക്കിലേറ്റി കളഞ്ഞു. ഒരാളെ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടു. 18 പ്രായപൂർത്തി അയാളെ വെറുതെ വിട്ടു. അയാളാണ് ആദ്യം തുടക്കം കുറിച്ച ആള്. അയാളെ വെറുതെ വിട്ടു. ബാക്കി 5 ആളെ തൂക്കിലേറ്റി. പക്ഷെ ആ സഹോദരിയുടെ ജീവിതം കഴിഞ്ഞില്ലേ അതോടെ? ആ സഹോദരിയെ അവർ ചോദ്യം ചെയ്യലിലും വിശദമായി അവരുടെ അന്വേഷണത്തിലും അവർ പറഞ്ഞു, 1 മാസം മുമ്പ് അവർ നോട്ടമിട്ടിട്ടുണ്ട്. എന്തേ കാരണം? ആ സഹോദരിയുടെ ശരീരത്തിന്റെ അഴകിൽ അവർ ആകൃഷ്ടരായി. അതിനാ നല്ല മറവോടെ നടക്കണം. ഒരു ചാൻസും ഒരു പഴുതും നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ നഷ്ടപ്പെടുത്തിക്കൂടാ. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അങ്ങനെ നിർദ്ദേശിച്ചത്. നമ്മൾ നന്നാകാനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോടുള്ള വാത്സല്യം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിർദ്ദേശിച്ചത്. സഹോദരിമാർക്ക് നൽകിയ മഹത്വം പുരുഷന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, എത്രമാത്രം വലിയ വിലയാ കൊടുത്തത്. 25 പവൻ മഹറില്. ഇപ്പൊ അടുത്ത ഒരാൾ നിക്കാഹ് ചെയ്തു ഒരു സഹോദരിയെ. വൈകുന്നേരമാകുമ്പോ അയാൾക്ക് തോന്നി വേണ്ട, അയാൾ ത്വലാഖും ചൊല്ലി ഒഴിവാക്കി. ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി. പക്ഷേ അയാളോട് പറഞ്ഞു, നിക്കാഹങ്ങൾ ചെയ്തില്ലേ? ചെയ്തു. ത്വലാഖുങ്ങൾ ചൊല്ലി. ശാരീരികമായൊരു സ്പർശനവും ബന്ധവും ഒന്നും നടന്നിട്ടില്ല.
പകുതി മഹർ ആ പെണ്ണിനെ കൊടുക്കണം. ഒരൊറ്റ നിക്കാഹിലൂടെ വിശുദ്ധ ഇസ്ലാം ഒരു പെണ്ണിന് നൽകുന്നതാണ്. ആ പെണ്ണിന് ഒരു കുറവ് വരാൻ പാടില്ല. അതിന്റെ പകുതി അങ്ങ് കൊടുക്കണം. നിശ്ചയിച്ചതിന്റെ പകുതി അങ്ങോട്ട് കൊടുക്കണം. എന്റെ കുട്ടി കൊടുത്ത മഹറാണ്, ഒന്നും കൊടുക്കൂല, നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചാൻ പാടില്ല. കാരണന്മാര് പോയിട്ട് അവിടെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. പകുതി അങ്ങോട്ട് കൊടുക്കണം. ഒരൊറ്റ തവണ ശാരീരിക ബന്ധം പുലർത്തിയോ നിക്കാഹിന് ശേഷം, ആ മഹർ 100 പവനാണെങ്കിലും ശരി, ഒരൊറ്റ ഗ്രാം പോലും തിരിച്ചു വാങ്ങാൻ പാടില്ല. വാങ്ങുന്നത് വൻകുറ്റമാണ്. അതെത്ര വലിയ തറവാട്ടുകാരാണെങ്കിലും ശരി, എത്ര വലിയ സ്വാധീന ശക്തിയുള്ളവരാണെങ്കിലും ശരി, അത് മുഴുവനും ആ പെണ്ണിന് അർഹതപ്പെട്ടതാണ്, മുഴുവനും കൊടുക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് വിശുദ്ധ ഇസ്ലാം നൽകുന്ന ഒരു മഹത്വം നോക്ക് നിങ്ങൾ. ചെറിയൊരു മഹത്വമാണോ ഇത്? ചെറിയ മഹത്വമല്ല, വലിയ മഹത്വമാണ്. അവർക്ക് ഇത് സംബന്ധമായി ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അതിനല്ലേ അല്ലാഹു തആല ആ നിയമം നിർബന്ധമാക്കിയത്. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ തലങ്ങളിലും മഹത്വമുള്ള സഹോദരിമാർക്ക് ഇബാദത്തിന്റെ രംഗത്ത് സൗകര്യമാകുന്നത് മൂലം അവരെ ശരീരത്തിന് അല്ലാഹു തആല നിസ്കാരങ്ങൾ കുറച്ചു നൽകി. ഉമ്മമാരെ, പുരുഷന്മാരെ അത്ര നിസ്കാരം പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു ടൈം വരെ സഹോദരിക്ക് വരുന്നില്ലല്ലോ. ആ സഹോദരിയുടെ ആരോഗ്യ പരിരക്ഷാർത്ഥം നിസ്കാരങ്ങളും മറ്റുമൊക്കെ കുറവാക്കി കൊടുത്തു. ചില ഘട്ടങ്ങളിൽ അവർക്ക് നിസ്കരിക്കൽ നിഷിദ്ധമാണ്. അത് ഖളാ വീട്ടലും നിഷിദ്ധമാണ്. അവരുടെ ശരീരത്തിന്റെ രോഗവും ആരോഗ്യവും നിയന്ത്രിച്ച് നല്ല രൂപത്തിലാണ് അവർ ജീവിക്കേണ്ടത്. പക്ഷേ എപ്പോഴും ജീവിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ നല്ല രൂപത്തിൽ വളർത്തിയതുപോലെ, പക്വതപ്പെടുത്തിയതുപോലെ, നല്ല പക്വതയുള്ളവരായി നമ്മുടെ സ്ത്രീ സമൂഹത്തെ നമ്മൾ വളർത്തണം. അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് സ്വർഗമാണ് ഉണ്ടാകേണ്ടത്. ഉപ്പമാർക്ക് പെൺമക്കളെ വളർത്തുന്നതിലൂടെ സ്വർഗം ഓഫർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വളർത്തിയാൽ അത് ലഭിക്കില്ല. മനിബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ഫഅഹ്സന ഇലൈഹിന്ന. പെൺമക്കൾ 1 2 അതിലധികമോ ലഭിച്ചിട്ട് അതിൽ വലിയ പരീക്ഷണം ഏറ്റിട്ട് ബാപ്പയും ഉമ്മയും അവർക്ക് വേണ്ടി നല്ല സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫഅഹ്സന ഇലൈഹിന്ന, നല്ല നിലക്ക് അവരെ പഠിപ്പിച്ചു, നല്ല ശിക്ഷണം നൽകി അവരെ വളർത്തി, നല്ല ജീവിതത്തിലേക്ക് അവരെ എത്തിച്ചു. ജീവിതാവസാനം വരെ നല്ല രൂപത്തിൽ അവരെ വളർത്തിയാൽ കുന്നലഹു ഹിജാബം മിനന്നാർ. ഈ പെൺമക്കൾ ആ ബാപ്പക്കും ഉമ്മക്കും നരകത്തിൽ നിന്നുള്ള മറയാകുന്നു. എന്തെങ്കിലും ഒരു സംഗതി വശാൽ ബാപ്പ നരകത്തിലേക്ക് വിധി എഴുതപ്പെടുകയാണെങ്കിൽ ഈ സ്വാലിഹത്തായ പെൺകുട്ടി അതിന് സമ്മതിക്കൂല. ഈ സ്വാലിഹത്തായ പെൺകുട്ടി ഉമ്മാനെയും ബാപ്പാനെയും അതിനനുവദിക്കൂല. അവരവിടെ മറയായി നിൽക്കും, അവരവിടെ തടസ്സമായി നിൽക്കും. അതിന് നല്ല രൂപത്തിൽ വളർത്തണം, നല്ല സംസ്കാരങ്ങൾ സന്നിവേശിപ്പിക്കണം, നല്ല പഠനങ്ങൾ നൽകണം, നല്ല മര്യാദകൾ പഠിപ്പിക്കണം, സ്നേഹമസൃണമായ പെരുമാറ്റങ്ങൾ നൽകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളോട് സ്നേഹത്തോടെ പെരുമാറിയതുപോലെ നല്ല സ്നേഹത്തോടെ പെരുമാറണം. നല്ല ആത്മീയമായി പുരോഗതിയിലേക്ക് അവരെ വളർത്തിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധം കണ്ടില്ലേ? ഏത് യാത്രക്ക് തങ്ങൾ ഒരുങ്ങുകയാണെങ്കിലും ഭാര്യമാരോടൊക്കെ പറഞ്ഞ് ഫാത്തിമ ബീവിയുടെ വീട്ടിലൊന്ന് കേറാതെ മദീനത്തുനിന്ന് തങ്ങളൊരു യാത്ര പോകില്ലല്ലോ. ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും പള്ളിയിലൊന്ന് കയറി 2 റക്അത്ത് നിസ്കരിച്ച് ഒരല്പനേരം ജനങ്ങൾക്ക് വേണ്ടി അവിടെ വിശ്രമിച്ച് പിന്നെ തങ്ങൾ ആദ്യം കയറുന്ന വീട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ശേഷമാണ് ഭാര്യമാരുടെ വീട്ടിലേക്ക് തങ്ങൾ പ്രവേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ കരച്ചിൽ കേൾക്കുമ്പോ വീട്ടിൽ
വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഒരു പോക്ക് പോയി. ചോദിച്ചു, മോളെ കുട്ടികളെ കരച്ചില് കേട്ടല്ലോ. ഉപ്പാ, ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി കേൾക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പുറത്തേക്ക് ഇറങ്ങി, തൊഴിലന്വേഷിച്ചു പോയി. അതേ, ഒരു അറാബിയുടെ തോട്ടത്തിൽ തൊഴിലെടുത്തിട്ട് കിട്ടുന്ന കാരക്കയും കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് വരുന്നു. 2 മക്കളെയും 2 ഭാഗത്തും ഇരുത്തിയിട്ട് കാരക്ക നന്നാക്കി ചീളാക്കി അവരെ വായിൽ വെച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ 2 മക്കളെ എന്തൊരു സ്നേഹത്തോടെയാണ് തങ്ങൾ വളർത്തിയത്. ആ സ്നേഹത്തോടൊപ്പം അനുകരണവും അനുധാവനവും ചാരിച്ചു കൊടുത്ത രീതിയിലായിരുന്നു അവരെ വളർത്തിയിരുന്നത്. ശബ്ദകോശങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാക്കിയോ ഇല്ല, മോട്ടം കൊണ്ട് പേടിപ്പിച്ചോ ഇല്ല, അവരെ ആട്ടിക്കളഞ്ഞോ ഇല്ല. ഏറ്റവും നല്ല സ്നേഹമുള്ള സ്വഭാവം, ഓ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. ആരോടും സ്നേഹമുള്ള സ്വഭാവത്തോടെ വർത്തിക്കണം. ഏത് ചെറിയവരോടും വലിയവരോടും സ്നേഹത്തോടെ പെരുമാറണം. നമ്മുടെ ഭാഷ നന്നാകണം, നമ്മുടെ പറച്ചിലുകൾ നന്നാകണം, മറുപടികൾ നന്നാകണം, പ്രതികരണങ്ങൾ നന്നാകണം, ഓരോ അന്വേഷണങ്ങളും നന്നാകണം. ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മളോട് ചോദിക്കുമ്പോ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല മറുപടികൾ പറയണം. എല്ലാ രംഗങ്ങളിലും നമുക്ക് മാതൃകയാകുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അഹ്സനുക്കും അഖ്ലാഖാ, നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവരാണ്. ഏറ്റവും നല്ല സ്വഭാവം വെച്ച് പുലർത്തുന്നവർ അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ.